2026 നടക്കാൻ പോകുന്ന കേറ്ററ്റ് എക്സാം എഴുതാൻ പോകുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു 30 ചോദ്യങ്ങൾ, സൈക്കോളജിയിലെ 30 ചോദ്യങ്ങൾ നമ്മളിതാ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. എനിക്കൊപ്പം ഓരോ ചോദ്യങ്ങളും ആൻസർ ചെയ്യാൻ നിങ്ങളും ശ്രമിക്കണം. അപ്പോൾ ഈ 30ൽ എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഞാൻ പറയും, എൻട്രി പഠിച്ച ഒരു ഉദ്യോഗാർത്ഥി ആണെങ്കിൽ 30ൽ 25 മാർക്ക് മിനിമം സ്കോർ ചെയ്യും, ഗ്യാരണ്ടിയാണ്. കാരണം വർഷങ്ങളായിട്ട് ഒരേ പാറ്റേണിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഈ 30ൽ ഒരു 5 എണ്ണമൊക്കെയാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിൽ തെറ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുള്ളത്. ബാക്കി 25ഉം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും പഠിച്ചാൽ. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ചില മേഖലകളൊക്കെ ഉണ്ട്. സോ 30 ചോദ്യങ്ങൾ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 30 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻസ് നൽകുന്നുണ്ട്. കാരണം 2 പേർക്ക് ഒരുപോലെ യൂസ്ഫുൾ ആവണമെന്നുള്ളതുകൊണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും നൽകുന്നുണ്ട്. ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങളും കണ്ടെത്താൻ ശ്രമിക്കുക. 30ൽ എത്ര എണ്ണം സ്കോർ ചെയ്യുന്നുണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. 20ഉം 25ഉം ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇത് കഴിഞ്ഞ് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ വീണ്ടും ഈ വീഡിയോ ഒന്ന് വന്ന് കണ്ടിട്ട് എത്ര എണ്ണം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ അപ്പോഴൊന്ന് നോക്കുക. ആ വ്യത്യാസം നിങ്ങൾക്ക് അറിയാം. എൻട്രിൽ കേറ്ററ്റിൻ്റെ കോഴ്സ് റണ്ണിംഗ് ആണ്. ഏറ്റവും മികച്ച പുതിയ കോഴ്സുകൾ അവൈലബിൾ ആണ്. ഒന്നാമത്തെ ചോദ്യം, ഒരു പ്രദേശത്തിൻ്റെ ഭൂപടം തയ്യാറാക്കുന്നതിലും സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലും മിടുക്ക് കാണിക്കുന്ന കുട്ടി ഏതെല്ലാം ബഹുമുഖ ബുദ്ധിയാണ് ഇവിടെ പ്രകടമാക്കുന്നത്? ഹൊവാർഡ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. ഒരു ബുക്ക് എടുത്തിട്ട് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ഹൊവാർഡ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. അതിനകത്തെ ഇൻ്റലിജൻസ് എല്ലാം പഠിക്കാനുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ റിപ്പീറ്റഡ് ആയിട്ട് ആവർത്തിക്കുന്ന ഒരു ഏരിയയാണ്. അതിൽ നിങ്ങൾ ചോദ്യം എന്തായിരുന്നു? ഭൂപടം തയ്യാറാക്കുന്നതിലും സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലും ഭാഷാപരമായും സംഗീതപരമായ ബുദ്ധി, ദൃശ്യസ്ഥലപരമായ സംഗീതപരമായ ബുദ്ധി, ശാരീരിക ചലനപര ബുദ്ധിയും വ്യക്തിയാന്തര ബുദ്ധിയും, അസ്തിത്വപരമായ സംഗീതപരമായ ബുദ്ധി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ഏതാ എക്സിബിറ്റ് ചെയ്യുന്ന ഏതൊക്കെയാ? മാപ്പ് നിർമ്മിക്കുന്നതിലും അതേപോലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിലും. എന്തായാലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിലുള്ള ഒരാൾക്ക് എന്തായിരിക്കും? മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ആയിരിക്കും. അപ്പോൾ അത് ഓപ്ഷനിലുണ്ടോ? അതായത് രണ്ടാമത്തെ മ്യൂസിക്കൽ ഇൻ്റലിജൻസ്. ദെൻ ഇവിടെ ഇന്റർപേഴ്സണൽ, അത് മാറ്റിയത്. ദെൻ മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ഏതാ? അപ്പോൾ 3 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് ഇത് ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളതിൽ ഏതൊക്കെ എടുക്കാൻ നോക്കാം. ആദ്യം എന്താ? മാപ്പ് നിർമ്മിക്കുന്നതിൽ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്. എന്താ? ഭാഷാപരമായ ബുദ്ധിയാ. അത് ആവശ്യമുണ്ടോ? ഇല്ല. ദെൻ എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അത് ആവശ്യമുണ്ടോ? ഇല്ല. അസ്തിത്വപരമായിട്ടുള്ള ബുദ്ധി, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഏതാ? വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇൻ്റലിജൻസ്. ഒരു സ്ഥലത്തെ, ഒരു പ്രദേശത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്തണം, ഒരു കറക്റ്റ് ആ ബോർഡറിനകത്ത് എങ്ങനെ വരച്ചുണ്ടാക്കണം എന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരാൾക്കാണ് അത് ചെയ്യാൻ പറ്റുക, ഭൂപട നിർമ്മാണം ചെയ്യാൻ പറ്റുക. ഹൊവാർഡ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറിയിൽ 9 എണ്ണം ഉണ്ട്. 8+1 9 എണ്ണം ഉണ്ട്. അതിൽ ഓരോന്നിൻ്റെയും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് പഠിച്ചോണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ കണ്ടത്. നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഏരിയ ആണ് കേട്ടോ. ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? അപ്പോൾ ഓഡ് 1 ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാ? നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. റോഷാക്ക് മഷിയോ പരീക്ഷ, റോഷാക്ക് ഇങ്ക്ബ്ലോ ടെസ്റ്റ്, തീമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റ്, പദസഹചരത്വ പരീക്ഷ, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, സഞ്ചിത രേഖ, ക്യുമുലേറ്റീവ് റെക്കോർഡ്. അതിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ, ക്യുമുലേറ്റീവ് റെക്കോർഡ്. അതായത് റോഷാക്ക് ഇങ്ക്ബ്ലോ ടെസ്റ്റും തീമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റും വേർഡ് അസോസിയേഷൻ ടെസ്റ്റും, ഇനി ഇതിനില്ലാത്ത ചിൽഡ്രൻസ് അപ്രസെപ്ഷൻ ടെസ്റ്റും സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റും എല്ലാം പ്രൊജക്റ്റീവ് ടെക്നിക്സാണ്. നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ക്യാരക്ടേഴ്സിനൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടൊരു സൈക്കോളജിസ്റ്റ് ഉപയോഗിക്കുന്ന പരിപാടിയാണ് ഈ പ്രൊജക്റ്റീവ് മെത്തേഡ്. അതായത് നമ്മുടെ മണിച്ചിത്രത്താഴിൽ ലാലേട്ടൻ ശോഭനയുടെ ഉള്ളിലെ നാഗവല്ലിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ചിലങ്കയൊക്കെ വെച്ചിട്ട് പ്രൊവോക്ക് ചെയ്യുന്ന സീനില്ലേ, അത് തന്നെ പരിപാടി. അതേപോലെ കുറേയേറെ ടെസ്റ്റുകൾ നമുക്കിവിടെ ഉണ്ട്. തീമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റ്, ചിൽഡ്രൻസ് അപ്രസെപ്ഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, റോഷാക്ക് ഇങ്ക്ബ്ലോ ടെസ്റ്റ് എല്ലാം അതിനകത്ത് വരും. എന്നാൽ ക്യുമുലേറ്റീവ് റെക്കോർഡ് അഥവാ സഞ്ചിത രേഖ എന്ന് പറയുന്ന സാധനം ഒരു കുട്ടിയെക്കുറിച്ച് A to Z എല്ലാ കാര്യങ്ങളും, അവൻ്റെ അക്കാഡമിക്കും അവൻ്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വയ്ക്കുന്നതാണ് ക്യുമുലേറ്റീവ് റെക്കോർഡ്. അത് ഇതുമായിട്ട് ബന്ധപ്പെടുന്നില്ല. പക്ഷേ ക്യുമുലേറ്റീവ് റെക്കോർഡ് എല്ലാ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുണ്ട്. അനക്ഡോട്ടൽ റെക്കോർഡും ക്യുമുലേറ്റീവ് റെക്കോർഡും തമ്മിലുള്ള വ്യത്യാസം എന്താ? അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട സംഭവങ്ങൾ മാത്രം, ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം രേഖപ്പെടുന്നതാണ് അനക്ഡോട്ടൽ. എല്ലാ കാര്യങ്ങളും രേഖപ്പെടുന്നതാണ് ക്യുമുലേറ്റീവ്. മറക്കണ്ട, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റിംഗ് ആയിട്ട് വരുന്നതാണ്. ചക്രത്തിൽ ഓടുന്ന കളിപ്പാട്ട വണ്ടികൾ തള്ളി ഓടിച്ച് ശീലമുള്ള കുട്ടി ചക്രമുള്ള മറ്റു തരം കളിപ്പാട്ടങ്ങളും അതേ രീതിയിൽ ചലിപ്പിക്കുന്നു. അതായത് രീതിയിൽ നിലവിലുള്ള അറിവുകൾ ഉപയോഗിച്ച് പുതിയ സാഹചര്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഈ പ്രക്രിയ ഡാഷ് എന്ന് വിളിക്കുന്നു. സ്വാംശീകരണം, സന്തുലീകരണം, സംയോജനം, അനുതാപം.
പിയാഷയുടെ തിയറീസിലൊക്കെ നമ്മൾ സ്കീമ എന്ന് പറയുന്ന ആശയം, അതിനകത്ത് വരുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് നോക്കിയേ. ചിൽഡ്രൻ ഹു ഹാവ് എക്സ്പീരിയൻസ് ദ വർക്കിംഗ് ഓഫ് ടോയ് കാർ വിത്ത് വീൽസ് വിൽ ട്രൈ ടു മൂവ് അതർ ടോയ് ഹാവിംഗ് ദ വീൽസ്. അപ്പം ഇത് ഒരു സിറ്റുവേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു എക്സിസ്റ്റിംഗ് നോളജ് വെച്ചിട്ടെങ്കിൽ അത് ഇക്വിലിബ്രേഷൻ ആണോ, ഓർഗനൈസേഷൻ ആണോ, എമ്പതി ആണോ? ഇതൊന്നുമല്ല. പിന്നെ ഏതാ? ഓപ്ഷൻ എ ആണ്, അസിമിലേഷൻ ആണ്. അസിമിലേഷനും അക്കോമഡേഷനും ഇത് രണ്ടും ഇക്വിലിബ്രേഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. പിയാഷയുടെ തിയറിയാ സ്കീമ എന്ന് പറയുന്ന ആശയം. അതായത് ബേസിക് അറിവിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെയാണ് സ്കീമ എന്ന് അദ്ദേഹം വിളിക്കുന്നത്. ഈ സ്കീമ എനിക്ക് ബേസിക് ആയിട്ട് അറിവുണ്ട്, ഒരു ഇത് ചക്രമുള്ളത് ഉരുട്ടി നിൽക്കണം എന്നെനിക്കറിയാം. പുതിയൊരു സാധനം കാണുമ്പോൾ ഞാൻ ആ അറിവ് ഉപയോഗിച്ച് അതിനെ നീക്കാൻ ശ്രമിക്കുന്നതാണ് അസിമിലേഷൻ. അക്കോമഡേഷൻ എന്ന് പറയുന്നത് എനിക്ക് അറിയാത്ത കാര്യങ്ങളെ എൻ്റെ സ്കീമയിലേക്ക് ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്കീമയെ മോഡിഫൈ ചെയ്യുന്നു, പുതിയ സ്കീമയെ ആഡ് ചെയ്യുന്ന പരിപാടിയൊക്കെയാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളും പുതിയ പ്രശ്നങ്ങളെ കാണുമ്പോൾ മനസ്സിലുണ്ടാവുന്ന മെൻ്റൽ ഡിസിക്വിലിബ്രിയത്തിൽ നിന്ന് ഇക്വിലിബ്രിയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പരിപാടിയാണ് എന്നുള്ളത് കൂടി നോട്ട് ചെയ്ത് വെച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾ പഠിക്കേണ്ട ഇപ്പം 3 ടോപ്പിക്കുകൾ കണ്ടു. ഏതൊക്കെയാ? നമ്മൾ പ്രൊജക്റ്റീവ് ടെക്നിക്കുകളെ കുറിച്ച് കണ്ടു, ക്യുമുലേറ്റീവ് റെക്കോർഡും അനക്ഡോട്ടൽ റെക്കോർഡും കണ്ടു, ഹൊവാർഡ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി കണ്ടു. ഇപ്പോൾ പിയാഷയുടെ തിയറിയിൽ സ്കീമ, അസിമിലേഷൻ, അക്കോമഡേഷൻ, അതുപോലെ തന്നെ ഇക്വിലിബ്രേഷൻ പോലുള്ള ആശയങ്ങളും പഠിച്ചു വെക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. വികാരങ്ങളെ തിരിച്ചറിയുക, വികാരങ്ങളെ നിയന്ത്രിക്കുക, ബന്ധങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, ഇവ 3ഉം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വ്യക്തിയാന്തര ബുദ്ധി, ആന്തരിക വൈയക്തിക ബുദ്ധി, വൈകാരിക ബുദ്ധി, പ്രകൃതിപരമായ ബുദ്ധി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആശയമാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണം. ഇംഗ്ലീഷ് ആൻസർ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണം. നോവിങ് അവർ ഇമോഷൻസ്, മാനേജിങ് അവർ ഇമോഷൻസ്, ഡീലിംഗ് റിലേഷൻസ് എഫക്റ്റീവ്ലി, ദീസ് 3 ആർ റിലേറ്റഡ് ടു. നിങ്ങൾ പെട്ടെന്ന് ഇൻ്റർപേഴ്സണലും ഇൻട്രാപേഴ്സണലും ഒക്കെ ആയിട്ട് കൺഫ്യൂഷൻ വരും. ഇവിടുത്തെ ആൻസർ ഇത് രണ്ടും അല്ല. ഓപ്ഷൻ സി ഇമോഷണൽ ഇൻ്റലിജൻസാണ്. എന്തുകൊണ്ടാണ്? ഹൊവാർഡ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു. പോസ് ചെയ്ത് വെച്ചിട്ട് അത് പോയിട്ട് പഠിച്ചിട്ട് തിരിച്ചു വരുന്ന ആൾക്കാർ വീണ്ടും ഡൗട്ട് അടിച്ചുകൊണ്ടിരിക്കും. കാരണം ഹൊവാർഡ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിയിലെ 2 സാധനമാണ് ഇൻ്റർപേഴ്സണലും ഇൻട്രാപേഴ്സണലും. മറ്റുള്ള മനുഷ്യരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും സമൂഹത്തിൽ ഇടപെടാനുമുള്ള ആ കഴിവിനെയാണ് ഇന്റർപേഴ്സണൽ സ്കിൽ എന്ന് അദ്ദേഹം വിളിച്ചത്. സ്വന്തം ദൗർബല്യങ്ങൾ മനസ്സിലാക്കാനും സ്വന്തം സ്ട്രെങ്ത് മനസ്സിലാക്കുവാനും അതനുസരിച്ച് കൂടുതൽ സ്വയം മെച്ചപ്പെടുത്തുവാനും സാധിക്കുന്നതിനെയാണ് ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ആയിട്ട് ഹൊവാർഡ് ഗാർഡനർ വിളിക്കുന്നത്. നിങ്ങൾ വായിച്ചു വരുമ്പോൾ നോയിങ് അവർ ഇമോഷൻ, ഇൻട്രാപേഴ്സണൽ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് കറപ്പിക്കാൻ തോന്നും. അല്ല. മാനേജിങ് ഇമോഷൻസ്, ഓക്കെ, എൻ്റെ ഇമോഷൻസിനെ മാനേജ് ചെയ്യുന്നതും ഇൻട്രയുടെ ഭാഗമാണല്ലോ. പക്ഷേ ഡീലിംഗ് റിലേഷൻസ് എഫക്റ്റീവ്ലി ഹാൻഡിൽ ചെയ്യുന്നത് ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസോ. അപ്പോൾ അത് രണ്ടും ചേർന്നിട്ടാണോ വന്നിരിക്കുന്നത്? ഇത് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമാണ്. ഇത് ഇമോഷണൽ ഇൻ്റലിജൻസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മറ്റുള്ളവരോട് നന്നായി ഇടപഴകാൻ പറ്റുക എന്നൊക്കെ പറയുമ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസാണ്. രണ്ടും കൂടി മിക്സ് ചെയ്ത് എന്തായാലും ആ ആൻസർ വരില്ല. സിമ്പിളാണ്, ലോജിക്ക് മനസ്സിലാക്കിയാൽ സംഭവം തെറ്റിക്കില്ല. കണ്ടോ? അപ്പോൾ പഠിച്ചിട്ടുള്ള ഒരാൾ തെറ്റിക്കാത്തൊരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു അതും. സ്കീമകളുടെ ആന്തരിക പുനർവിന്യാസവും കൂട്ടിച്ചേർക്കലും വഴി ശക്തവും പരസ്പരബന്ധിതവുമായ ഒരു ജ്ഞാതൃഘടന രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് പക്വതയാർജിക്കൽ, സംയോജനം, സ്വാംശീകരണം, സന്തുലീകരണം. വീണ്ടും പിയാഷയുടെ അതേ തിയറിയിൽ നിന്ന് വരുന്നിരിക്കുന്നു. ഓർഗനൈസേഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് സ്ട്രോങ് ആൻഡ് ഇന്റർ റിലേറ്റഡ് കൊഗ്നിറ്റീവ് സ്ട്രക്ചർ ബൈ ദ ഇന്റേണൽ റീഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അഡീഷൻ ഓഫ് സ്കീമ ഈസ് കോൾഡ്. അത് നിങ്ങൾ ഇപ്പം പറഞ്ഞ അസിമിലേഷൻ അതായിരുന്നോ? അല്ല. അസിമിലേഷൻ അല്ല. മെച്ചുറേഷൻ ആണോ? അല്ല. ഇക്വിലിബ്രേഷൻ ആണോ? അല്ല. പിന്നെ ഏതാ? ഓർഗനൈസേഷൻ ആണ്. പഠിക്കേണ്ട മറ്റൊരു ടൈമാ ആ തിയറിയിൽ. ഇമ്പോർട്ടൻ്റാ, പഠിച്ചു വെച്ചോ. പിയാഷയുടെ തിയറി 2 ക്വസ്റ്റ്യൻ ആ വർഷം തന്നെ ചോദിച്ചത്. വൈഗോസ്കി ആണ് കേട്ടോ. വൈഗോസ്കി എന്നൊക്കെ പറയുന്ന ആൾ. വിഗോസ്കി മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് സമീപസ്ഥ വികാസമണ്ഡലം, സാമൂഹിക സാംസ്കാരിക പഠന സിദ്ധാന്തം, സംഘപഠനം, അതീത ചിന്ത. ഏതാണ്? ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, വൈഗോസ്കിയുടെ ആശയമാണ്. സാമൂഹിക സാംസ്കാരിക പഠന സിദ്ധാന്തം, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ്, അദ്ദേഹം തന്നെയാണ്. അതിൽ ഗ്രൂപ്പ് ലേണിംഗ്, സംഘപഠനമൊക്കെ പറയുന്നുണ്ട്. മെറ്റാകോഗ്നിഷൻ അദ്ദേഹത്തിന്റെ ആശയമല്ല. പിന്നെ ആരുടെ ആയിരിക്കും? ഓപ്ഷൻ ഡി ആട്ടോ ആൻസർ. മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത് അത് ഫ്ലേവൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആശയമാണ്. ഫ്ലേവൽ നോട്ട് ചെയ്ത് വെച്ചു. അതീത ചിന്ത, ഒരാളുടെ ചിന്തയ്ക്ക് മുകളിലുള്ള ചിന്ത, നമ്മുടെ ചിന്തകളെക്കുറിച്ചുള്ള നമ്മുടെ ചിന്ത, അതാണ് മെറ്റാകോഗ്നിഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ക്വസ്റ്റ്യൻ അകത്ത് തന്നെ എന്തോരം കണ്ടന്റ് പറഞ്ഞു പോകുന്നുണ്ട്. 30 ക്വസ്റ്റ്യൻ പറയുന്നുണ്ടെങ്കിൽ അതിൽ 30x3 കണ്ടന്റ് നമ്മൾ തീർക്കുന്നുണ്ട്. 90ഓളം കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ക്വസ്റ്റ്യനിലൂടെ പഠിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്.
വിളംബിത ചാലക വികാസത്തിന് കാരണമല്ലാത്തത്, ഡിലൈഡ് മോട്ടോർ ഡെവലപ്മെന്റ്, താമസിച്ചുള്ള, അതാണ് വിളംബിതം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോട്ടോർ ഡെവലപ്മെന്റിൽ താമസിക്കാനുള്ള കാരണത്തിൽ ആരോഗ്യമില്ലാത്ത ശരീരം, അമിത പോഷകാഹാരം, അഭിപ്രേരണ, മാഹിത്യം, ഭയം, അതായത് മോട്ടിവേഷൻ, ലാക്ക് ഓഫ് മോട്ടിവേഷൻ, ഭയം, ആരോഗ്യമില്ലാത്ത ശരീരം, ഇതൊക്കെ ഡിലേഡ് മോട്ടോർ ഡെവലപ്മെന്റ് കാരണമാകാം. പക്ഷേ എക്സസ് ന്യൂട്രീഷൻ കുറഞ്ഞു പോകുമ്പോൾ പ്രശ്നം ഉണ്ടാവാം. എക്സസ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരിക്കലും അവിടെ പ്രശ്നമായിട്ട് വരുന്നില്ല. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് ആത്മബോധനം, ആദർശാത്മക അഹം, യാഥാർത്ഥ്യാധിഷ്ഠിത അഹം എന്നീ ആശയങ്ങൾ മുന്നോട്ട് വെച്ചത് കാൽ റാൻസം, റോജിഡ്, സിഗ്മണ്ട് ഫ്രോയിഡ്, വില്യം വൂണ്ട്, എറിക്സൺ. ആരാണ്? ആത്മബോധം, ആദർശാത്മകാഹം, യാഥാസ്ഥിത അധിഷ്ഠിത അഹം. ഇച്ചിരി കടിവെട്ടി മലയാളമാണ്. റോജർ ആണ് കേട്ടോ ശരിക്കും അത്. അതായത് സെൽഫ് കോൺസെപ്റ്റ്, ഐഡിയൽ സെൽഫ് കോൺസെപ്റ്റ്, സെൽഫ് ആൻഡ് റിയൽ സെൽഫ് എന്ന് പറയുന്ന ആശയങ്ങൾ റോജറാണ്. കാൾ റാൻസം, റോജറാണ്. റോജർ, ഇവിടെ അത് റോജോയിഡ് എന്നൊക്കെ കിടക്കുന്നത് റോജറാണ്. റോജർ കേട്ടോ, റോജർ, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. കാൾ റാൻസം, റോജറാണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ബഹുമുഖ ബുദ്ധി, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാത എത്ര പ്രാവശ്യം ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു? തെറ്റിക്കില്ല. ഇനി ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിക്കത്തില്ല. ഏതാ? ഹൊവാർഡ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. തെറ്റിക്കരുത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആശയം തന്നെയാണ്. വായനയുമായി ബന്ധപ്പെട്ട പഠന പരിമിതി, പഠന വൈകല്യം. വായന ഡിസ്ലെക്സിയാണോ, ഡിസ്ഗ്രാഫിയാണോ, ഡിസ്കാൽക്കുലിയാണോ, ഓട്ടിസമാണോ? ഏതാണ്? വായിക്കാനുള്ള ബുദ്ധിമുട്ട്. എന്തായാലും കാൽക്കുലിയ എന്ന് കാണുമ്പോൾ ഓർത്തണോ ആരെയാ? അത് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് അല്ലേ, കണക്ക് കൂട്ടാനൊക്കെയുള്ള പ്രശ്നമാണ്. ഗ്രാഫിയ എന്താ? ഡിസ്ഗ്രാഫിയ, എഴുതാനുള്ള ബുദ്ധിമുട്ടാണ്. ഓട്ടിസം മറ്റൊരു രോഗമാണ്. ഡിസ്ലെക്സിയ, മറക്കണ്ട, ഡിസ്ലെക്സിയ ആണ് ആൻസർ ആയിട്ട് വരിക. നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. ദെൻ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഒരു കുട്ടിയുടെ ചില പ്രത്യേകതകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ആകാംക്ഷാഭരിതനുമാണ്, നിരവധി ചോദ്യങ്ങളും ചോദിക്കുന്നു. അവർക്ക് സ്വന്തമായിട്ടുള്ള ആശയമുള്ള ആളാണ്, വാക് സമ്പത്ത് കൂടുതലും മുതിർന്ന ആൾക്കാരെ പോലെ സംഭാഷണമുള്ള ആളാണ് എങ്കിൽ അയാൾ ഹൈപ്പർ ആക്റ്റീവ് ആണോ, പ്രതിഭാശാലിയാണോ, മനപഠിതാവാണോ, സാധാരണ കുട്ടിയാണോ? സാധാരണ കുട്ടിയല്ല എന്തായാലും, കാണാൻ പഠിക്കുന്ന ഒരാളല്ല എന്തായാലും, ഹൈപ്പർ ആക്റ്റീവും അല്ല. പിന്നെ ഏതാ? അത് പ്രതിഭാധനനാണ്, ഗിഫ്റ്റഡ് ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് അവിടെ വരിക. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്, ഓരോരുത്തരുടെയും പ്രത്യേകത. ഇപ്പോൾ ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും റെസ്ലെസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ആളായിരിക്കും. സ്ലോണർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ്, അയാൾ എല്ലാം പതുക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയാണ് അവിടുത്തെ കൺസെപ്റ്റ് ആയിട്ട് വരുന്നത്. വളർച്ചയുടെ തോത് ശൈശവത്തിൽ വളരെ കൂടുതലായും കൗമാരത്ത് ഘട്ടത്തിൽ വളർച്ചയിൽ ചാട്ടവും കണ്ടുവരുന്നു. ഈ വസ്തുത ഏത് വികാസ തത്വവുമായി ബന്ധപ്പെട്ടാണ്? അതായത് ഡെവലപ്മെന്റൽ തിയറീസ്, ചൈൽഡ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഡെവലപ്മെന്റൽ തിയറീസ് ഉണ്ട്. അതിൽ വികാസം അനുസ്യൂതമാണ്, എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആണ്. വികാസം ഗതി നിയമം പാലിക്കുന്ന ഒരു ഡയറക്ഷൻ പോകുന്നുണ്ട്. വികാസം ചാക്രിയമാണ്, സ്പൈറലാണ്. വികാസം പാരമ്പര്യത്തെയും പരിസ്ഥിതിയെയും ആശ്രയിച്ചിരിക്കുന്നു, എൻവയോൺമെന്റിനെയും ഒക്കെ ആശ്രയിച്ചിരിക്കുന്നു. അതിൽ ഒരു സംശയവും വേണ്ട, ഡെവലപ്മെന്റ് ലീനിയർ അല്ല, സ്പൈറൽ ആണെന്നുള്ളതാണ്. ഡെവലപ്മെന്റ് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തുടങ്ങുന്ന പരിപാടിയാണ്. അത് നിങ്ങൾ മരിക്കുന്ന നിമിഷം വരെ ഡെവലപ്മെന്റ്സ് ഉണ്ടാവും. ഡെവലപ്മെന്റ് വളരെ വിശാലമായ ഏരിയ ആണ്. അത് ഈ മോറൽ ഡെവലപ്മെന്റ് ഉണ്ടാവാം, ഇമോഷണൽ ഡെവലപ്മെന്റ് ഉണ്ടാവാം, സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ടാവും, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഡെവലപ്മെന്റ് കണ്ടിന്യൂസ് ആണ് എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. വൂം ടു ടോംബ് എന്ന് പറയാറുണ്ട്. ഡെവലപ്മെന്റ് ഡയറക്ഷണൽ ആണെന്ന് പറയാനായിട്ട് കാരണം അതിനൊരു ദിശാക്രമമുണ്ട്. ഇപ്പോൾ സെഫാലോ കോഡൽ, തല മുതൽ പാദം വരെ, പ്രോക്സിമോ ഡിസ്റ്റൽ, സെൻട്രലിൽ നിന്ന് വശങ്ങളിലേക്ക്, ഈ രണ്ട് ഓർഡർ നമ്മളവിടെ പഠിക്കാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ പറഞ്ഞ പോയിന്റ് പഠിച്ചേക്കേണ്ടതാണ്. ദെൻ നോട്ട് ലീനിയർ ബട്ട് സ്പൈറൽ, രേഖീയമല്ല, ലീനിയർ അല്ല, പക്ഷെ സ്പൈറലാണ് എന്ന് പറയാൻ കാരണം എന്താ? അതായത് ഓരോ ഘട്ടത്തിലും ഒരേപോലെ അല്ല പോകുന്നത്, ലീനിയർ ആയിട്ടല്ല പോകുന്നത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചറിയാം, ഒരു കുട്ടിയുടെ ആദ്യത്തെ ഒരു വർഷം ആ കുട്ടി വളരെ പെട്ടെന്നല്ലേ വലുതാവുന്നത്, വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. ചെറുപ്പത്തിൽ, ശൈശവത്തിൽ, ഇൻഫാൻസിൽ വളരെ പെട്ടെന്ന് മാറ്റം ഉണ്ടാവും. എന്നാൽ ആ വളർച്ച ഒരു കുറച്ചങ്ങ് എത്തിക്കഴിയുമ്പോഴത്തേക്കും കുറച്ച് സ്ലോ ആവും. ദെൻ അഡോളസെൻറ്റേജിലേക്ക് എത്തുമ്പോൾ വളരെ പെട്ടെന്ന് പിന്നെ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ കയറിയും കുറഞ്ഞു ഒരു സ്പൈറൽ രീതിയിലാണ് പോകുന്നത്. അതാണ് ആ തിയറിയിലകത്ത് വരുന്നത്. ദെൻ ഹെറിഡിറ്റി എൻവയോൺമെൻറ്റും ഡെവലപ്മെൻറ്റിനെ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് എക്സ്ട്രാ ആയിട്ട് പഠിക്കേണ്ട പോയിന്റ്സ് ആണ്. ഭാഷ ഒരു വാചിക ചേഷ്ടയാണ്, വെർബൽ ബിഹേവിയർ ആണ്. മറ്റേതൊരു ചേഷ്ടയും ബിഹേവിയറിനെയും പോലെ പ്രവർത്തനാനുബന്ധനം, ഒപ്പാരൻ കണ്ടീഷനിങ് വഴി ഇത് സ്വായത്തമാക്കാം. ഈ ആശയത്തിന്റെ ഉപജ്ഞാത ഒപ്പാരൻ കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ ആളുടെ പേര് നിങ്ങളുടെ മനസ്സിൽ വരണം. ആൽബർട്ട് ബെന്തൂരയാണോ,
BF സ്കിന്നർ ആണോ, ബ്രൂണർ ആണോ, വൈഗോസ്കി ആണോ, ആരാ? ഒരു സംശയവും വേണ്ട. BF സ്കിന്നർ ആണോ? ഒപ്പാരൻ കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ സ്കിന്നർ ആണ്. അവിടെ ഓപ്ഷൻ മാറിയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓപ്ഷൻ ബി ആണ്, BF സ്കിന്നർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അത് മാറിയിരിക്കുന്നതാണ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ വരണ്ടേ. സോ ഇവിടെ നിങ്ങൾ ഒപ്പാരൻ കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ സ്കിന്നറിനെ ഓർത്തിരിക്കണം. ദെൻ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ പാവ്ലോവിനെ ഓർത്തിരിക്കണം. പാവ്ലോ. ദെൻ വൈഗോസ്കി എന്ന് പറയുന്ന ആരാ? വൈഗോസ്കി എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദവുമായിട്ട് ബന്ധപ്പെട്ട, ZPD-യുമായിട്ട് ബന്ധപ്പെട്ട, റെസിപ്രോക്കൽ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. ബ്രൂണറിലേക്ക് വരുമ്പോൾ സ്പൈറൽ ലേണിംഗ് അല്ലെങ്കിൽ സ്പൈറൽ കരിക്കുലം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളാണ്. കണ്ടെത്തൽ പഠനം, ഡിസ്കവറി ലേണിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളാണ്. ആൽബർട്ട് ബെന്തൂരയുടെ ബോബോഡോൾ പരീക്ഷണമൊന്നും മറക്കണ്ട, ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരെല്ലാം പഠിക്കാനുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് പാവ്ലോ, ഒപ്പാരൻ കണ്ടീഷനിങ് സ്കിന്നർ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശൈശവത്തിന്റെ സവിശേഷത അല്ലാത്തത്: കണ്ണാടിയിൽ സ്വയം പ്രതിബിംബം കാണുമ്പോൾ ചിരിക്കുന്നു, സ്വന്തം പേരിനോട് പ്രതികരിക്കുന്നു, ഇഷ്ടവും അനിഷ്ടവും പ്രകടിപ്പിക്കുന്നു, നീണ്ട കഥകൾ പറയുന്നു. ശൈശവത്തിലുള്ള ഒരു കുട്ടി അവനെ കൊണ്ട കണ്ണാടി കാണിച്ച് അവനെ തന്നെ കാണുമ്പോൾ അതേ കുഞ്ഞാവനെ കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിരിക്കും. ഓക്കെ, അതുണ്ട്. ദെൻ സ്വന്തം പേരിനോട് പ്രതികരിക്കും, വിളിച്ചു കഴിഞ്ഞാൽ നോക്കും, ചിരിക്കും, മിണ്ടും, മൂളും ഒക്കെ ചെയ്യുമായിരിക്കും. ഇഷ്ടവും അനിഷ്ടവും അല്ലെ, താല്പര്യമില്ലാത്തവരോടൊപ്പം കരയല്ലേ, ഇഷ്ടവും അനിഷ്ടവും കാണിക്കുന്നുണ്ട്. നീണ്ട കഥകൾ ഏത്? ശൈശവത്തിലുള്ള കൊച്ചു നിങ്ങളോട് നിർത്താണ്ട് കഥ പറയോ? ഇല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റല്ലേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ എഴുതാം. ഡി ആണ് ആൻസർ ആണ്. ലോങ് സ്റ്റോറീസ് ഒന്നും പറയാൻ കുട്ടിയായിട്ടില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആണ്. ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്ന ജീവിത നൈപുണ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? സ്വയം അറിയുക, ക്രിയാത്മക ചിന്ത, ദമനം, അനുതാപം. അതായത് WHO ജീവിത നൈപുണ്യങ്ങൾ, ലൈഫ് സ്കിൽസിനകത്ത് പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് റിപ്രഷൻ കാണാൻ പറ്റില്ല. വളരെ സിമ്പിൾ. അത് പഠിച്ച റിപ്രഷൻ എന്താണെന്ന് പഠിച്ച ഒരാൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ എഴുതാം. ഡിഫൻസ് മെക്കാനിസം ആണ്. അതായത് ഡിഫൻസ് മെക്കാനിസം നമ്മുടെ പ്രതിരോധ തന്ത്രങ്ങളിൽ ഒരെണ്ണമാണ് റിപ്രഷൻ. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ മോശം അനുഭവങ്ങളെയൊക്കെ നമ്മൾ ഉള്ളിലേക്ക് തള്ളിവിടുന്നതാണ് റിപ്രഷൻ. അതൊരിക്കലും ലൈഫ് സ്കില്ലിലുള്ളതല്ല. പക്ഷേ സെൽഫ് അവയർനെസ്, ക്രിയേറ്റീവ് തിങ്കിങ്ങും എമ്പതിയൊക്കെ ലൈഫ് സ്കില്ലിൽ വരുന്നതാണ്. അടുത്ത് ചുവടെ നൽകിയിരിക്കുന്ന പഠനവക്രം, ലേണിംഗ് കർവ് സൂചിപ്പിക്കുന്നത്, ഈ കൊടുത്തിരിക്കുന്ന ലേണിംഗ് കർവ് പഠനത്തിന്റെ തോത്, സമയമാണ് കേട്ടോ. ആക്സിസ് വായിക്കാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ ആ ഷേപ്പ് കണ്ടാൽ നിങ്ങൾക്ക് കിട്ടും. പഠനത്തിന്റെ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ കോൺകേവ്, കോൺവെക്സ് ഷേപ്പ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നത്, അതിൽ ലീനിയർ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പഠനത്തിന്റെ പുരോഗതി തുടർച്ചയായി കൂടിക്കൊണ്ടിരിക്കുകയാണോ, പഠന പുരോഗതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണോ, പഠന പുരോഗതി സ്ഥിരമാണോ, പഠന പുരോഗതി ആദ്യം കുറയുകയും പിന്നീട് കൂടുകയും ചെയ്യുകയാണോ? ഏതാ? പഠന പുരോഗതി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓപ്ഷൻ എ ആണ്. നേരെയല്ലേ, ഇങ്ങനെ നേരെ ലൈൻ, അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വ്യക്തിത്വത്തിന്റെ ചലനാത്മകത, വ്യക്തിത്വ ഘടന, മനോലൈംഗിക വികാസഘട്ടങ്ങൾ എന്നിവ ഏത് മനഃശാസ്ത്ര സമീപനത്തിലുള്ളതാണ്? മനോലൈംഗികമാണ്. അത് സവിശേഷ സമീപനം, മനോവിശ്ലേഷണ സമീപനം, ജസ്റ്റാൾട്ട് സമീപനം, മാനവികതാ സമീപനം. വ്യക്തിത്വത്തിന്റെ ചലനാത്മക വ്യക്തിത്വ ഘടന, മനോലൈംഗിക വികാസ സങ്കല്പങ്ങൾ. നിങ്ങൾ ഇംഗ്ലീഷ് കൂടി നോക്കിയോ ഡൗട്ടുള്ളവർ. വിച്ച് സൈക്കോളജിക്കൽ അപ്രോച്ച് ഡസ് ദ ഫോളോയിങ് ബിലോങ്സ് ടു? പേഴ്സണാലിറ്റി ഡൈനാമിക്സ്, സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് സൈക്കോസെക്ഷൽ സ്റ്റേജസ്. സൈക്കോസെക്ഷൽ സ്റ്റേജസ് ആരാ? സൈക്കോ അനലിറ്റിക് അപ്രോച്ച്. ആളാരാ? സിഗ്മണ്ട് ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഈഗോ, സൂപ്പർ ഈഗോ, അതായത് അനാല്, ഫാലിക്, അങ്ങനത്തെ ലേറ്റൻസി, ആ സ്റ്റേജിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുന്ന ഒരു കൺസെപ്റ്റ് ആണ് സൈക്കോ അനലിറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഏരിയ നന്നായിട്ട് പഠിച്ചാണ്. ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ പ്രക്ഷേപണ രീതി, പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഏതാണ്? വാക്യപൂരണ പരീക്ഷ എന്ന് കൊടുക്കാം. വാക്യപൂരണ പരീക്ഷ. അത് ചില സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകളും തെറ്റായിട്ട് വരാറുണ്ട്. വാക്യപൂരണമാണ് കേട്ടോ, വാക്യപൂരണം. സോഷ്യോഗ്രാം, ചെക്ക് ലിസ്റ്റ്, ചോദ്യാവലി. പ്രക്ഷേപണ രീതി നിങ്ങൾ അവിടെ ഇംഗ്ലീഷും കൂടി നോക്കിക്കോ. സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, സോഷ്യോഗ്രാം, ചെക്ക് ലിസ്റ്റ്, ക്വസ്റ്റ്യനെയർ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ആ ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞിട്ട് ആദ്യ ഭാഗത്ത് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യനകത്ത് ഉണ്ടായിരുന്നത്, അതിലില്ലാത്ത പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്നതേ ഉള്ളൂ. സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, വാക്യപൂരണ പരീക്ഷ. സോഷ്യോഗ്രാം വരില്ല, ചെക്ക് ലിസ്റ്റ് വരില്ല, ക്വസ്റ്റ്യനെയർ വരില്ല. പ്രൊജക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് ആണ് വരുന്നതെന്ന് ഓർത്തിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ കേൾവിക്കുറവുള്ള കുട്ടിയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? അശ്രദ്ധമായിരിക്കും, മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കുന്നില്ല, സംസാരിക്കുന്ന ആൾക്കാരുടെ ചുണ്ടിന്റെ ചലനം നിരീക്ഷിക്കും. കേൾവിക്കുറവുണ്ടാകുമ്പോൾ ചുണ്ട് ഒബ്സർവ് ചെയ്യും, കേൾക്കാത്തതുകൊണ്ട് തന്നെ ശ്രദ്ധ ഉണ്ടാവില്ല. ദെൻ മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് റെസ്പോൺസ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതെല്ലാം വരും. അതെല്ലാം വരുന്ന സാധനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ 1 ഉം 2 ഉം 3 ഉം വരുന്നത് സി ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. ദെൻ
പ്രക്രിയ ആവർത്തിക്കുന്നതിലൂടെ ചോദകവും പ്രതികരണവും തമ്മിലുള്ള ബന്ധം ദൃഢമാകും. ഇത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സന്നദ്ധതാ നിയമം, ഫല നിയമം, അഭ്യാസ നിയമം, പരിപൂർത്തി നിയമം. പ്രക്രിയ ആവർത്തിക്കുന്നതിലൂടെ റിപ്പീറ്റ് ആയിട്ട് ചെയ്ത് നോക്കുന്നതിന് ഇതിനകത്ത് ഏതായിരിക്കും പറയാം? സന്നദ്ധയാണോ? അല്ല. റിസൾട്ട് ഫലമാണോ? അല്ല. പരിപൂർത്തിയാണോ? അല്ല. പിന്നെ ഏതാ? അഭ്യാസമാണ്. ലോ ഓഫ് എക്സർസൈസ്, ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ മാനസിക വയസ്സ് 8 ആയിരുന്നാൽ അയാളുടെ ബുദ്ധിമാനം IQ എത്രയായിരിക്കും? 10 വയസ്സ്, ക്രൊണോളജിക്കൽ ഏജ്, മെന്റൽ ഏജ്, ഇത് രണ്ടും കിട്ടിയാൽ മെന്റൽ ഏജ് ബൈ ക്രൊണോളജിക്കൽ ഏജ് ഇൻറ്റു 100 ചെയ്താൽ നിങ്ങൾക്ക് IQ കിട്ടും. മെന്റൽ ഏജ് മാനസിക വയസ്സ് 8 ബൈ 10 വയസ്സെന്ന് പറഞ്ഞാൽ അത് കാലിക വയസ്സാണ്. 10 ഇൻറ്റു 100 എത്ര കിട്ടും? 80%. ഓപ്ഷൻ എയിൽ കിടപ്പുണ്ട്. ഇക്വേഷൻ പഠിച്ചു വെച്ചോ. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന സാധനമാണ്. മെന്റൽ ഏജ് ബൈ ക്രൊണോളജിക്കൽ ഏജ് ഇൻറ്റു 100 കാണാതെ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതീകാത്മക ഘട്ടം എന്നീ ഘട്ടങ്ങളിലൂടെയാണ് ആശയങ്ങൾ രൂപീകരണം നടക്കുന്നത് എന്ന് പറഞ്ഞത് ജെറോം എസ് ബ്രൂണർ, വൈഗോസ്കി, പിയാഷെ, സിഗ്മണ്ട് ഫ്രോയിഡ്. ആരാണ്? പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം എന്നും പറയാറുണ്ട്. ദെൻ ആക്റ്റീവ് ഐക്കോണിക് സിംബോളിക് സ്റ്റേജ് ജെറോം എസ് ബ്രൂണർ ആണ്, മറക്കണ്ട. അപ്പോൾ ഇവിടെ ജെറോം എസ് ബ്രൂണർ ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. അദ്ദേഹത്തിൻ്റെ ഘട്ടങ്ങളാണ്. പിയാഷയുടെയും ബ്രൂണറുടെയൊക്കെ ഘട്ടങ്ങൾ പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിറ്റ് ടെസ്റ്റിൽ നല്ല സ്കോർ നേടുന്ന കുട്ടിയെ പാഠഭാഗം പകർത്തി എഴുതുന്നത് കൊണ്ട് വരാനുള്ള അസൈൻമെന്റിൽ നിന്ന് ടീച്ചർ ഒഴിവാക്കുന്നു. ഇത് ഏതിന് ഉദാഹരണമാണ്? ധനപ്രബലനം, പ്രോത്സാഹനം, ശിക്ഷ, ബഹുമതി. ധനപ്രബലനം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. പ്രോത്സാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ശിക്ഷ, ബഹുമതി. ഇതിലേതായിരിക്കും? പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കൊടുക്കുന്നത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തെ റിമൂവ് ചെയ്യുന്നത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. മറക്കണ്ട, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യമായിട്ട് ചോദിക്കാറുണ്ട്. ഇൻസെന്റീവോ പണിഷ്മെന്റോ റിവാർഡോ ഒന്നുമല്ല അവിടെ വന്നിരിക്കുന്നത്. വൈജ്ഞാനിക വികാസത്തിന്റെ വിവിധ ഘട്ടങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. പരികല്പനകൾ രൂപീകരിക്കുക, വിവിധ ഘടകങ്ങൾ എന്നാണ്. പരികല്പനകൾ രൂപീകരിക്കുന്നതിനും അപഗ്രഹിക്കുന്നതിനുള്ള കഴിവ്, അമൂർത്തമായ പ്രശ്നങ്ങളെ യുക്തിപൂർവ്വം പരിഹരിക്കുന്നു. ഏതാണ് ഈ വൈജ്ഞാനിക വികാസഘട്ടം? അപ്പോൾ 2 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഹൈപ്പോത്തിസിസ് രൂപീകരിക്കാനുള്ള കഴിവുണ്ട്, അമൂർത്തമായിട്ട് അബ്സ്ട്രാക്റ്റ് ആയിട്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഘട്ടങ്ങൾ പഠിക്കണം. ഇത് പിയാഷയുടെ ഘട്ടങ്ങളുണ്ട്. അവിടെ ഇന്ദ്രിയ ചാലകഘട്ടം, പ്രാഗ് മനോവ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം, അല്ലെങ്കിൽ സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. അതിൽ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണ് ഹൈപ്പോത്തിസും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. ദെൻ അബ്സ്ട്രാക്റ്റ് ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്നു. ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിന്റെ പ്രത്യേകതയാണ്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം, ദ റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് 2016 പ്രകാരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. ഈ PWD ആക്റ്റും അതുപോലെ RPWD ആക്ട് എന്ന് പറയുന്നത് 1995 പാസ്സായി 1996 നിലവിൽ വന്ന PWD ആക്റ്റും 2016 പാസ്സായി 2017 നിലവിൽ വന്ന RPWD ആക്റ്റും. അതിൽ RPWD ആക്ട് ആണ് ലേറ്റസ്റ്റ്, ദ റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട്. അതിൽ വൈകല്യങ്ങളെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള 21 എണ്ണമായിട്ടാണ് ഓർത്തിരുന്നത്. പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിലെ വിവിധ തലങ്ങൾ, ജൈവിക ആവശ്യങ്ങൾ, സുരക്ഷിതത്വം, ആദരിക്കപ്പെടുക, സ്നേഹിക്കപ്പെടുക. ഇവിടെ താഴ്ന്ന തലത്തിൽ നിന്ന് ഉയർന്ന തലത്തിലേക്കുള്ള ക്രമം എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. അവിടെ ഫിസിയോളജിക്കൽ നീഡ്, ശാരീരികമായ ആവശ്യങ്ങൾ, സേഫ്റ്റി നീഡ്, ദെൻ ലവ് ആൻഡ് ബിലോങ്നെസ്, ദെൻ എസ്റ്റീം നീഡ്, ദെൻ സെൽഫ് ആക്ച്വലൈസേഷൻ. ഇമ്പോർട്ടൻ്റ് ആ ഓർഡർ പഠിച്ചു വെച്ചാൽ ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്. സൈക്കോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, ലവ് ആൻഡ് ബിലോങ്നെസ്, എസ്റ്റീം നീഡ്സ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. അപ്പോൾ 1, 2, 4, 3 ഓപ്ഷൻ സി. 1, 2, 4, 3 ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. ഗസ്റ്റാൾട്ട് സൈക്കോളജി അല്ലേ, അതിലെ പഠന നിയമങ്ങളിൽ ഉൾപ്പെടുന്നത് സാദൃശ്യ നിയമം, സാമീപ്യ നിയമം, പരിപൂർത്തി നിയമം, സന്നദ്ധതാ നിയമം. സിമ്പിൾ ക്വസ്റ്റ്യനാ, പക്ഷെ പഠിച്ച ഒരാൾക്ക് എഴുതാൻ പറ്റുള്ളൂ. സാദൃശ്യം, സാമീപ്യം, അതുപോലെ ലോ ഓഫ് ക്ലോഷർ, ലോ ഓഫ് പ്രോക്സിമിറ്റി, ലോ ഓഫ് സിമിലാരിറ്റി ഒക്കെ ഒരു ലോ ഓഫ് റെഡിനെസ് എന്ന് പറയുന്ന അവിടെ ഒരു കണക്ഷൻ ഇല്ലാതെ കിടക്കുന്നതാണ്, വേറെ സ്ഥലത്താണ് നമ്മൾ പഠിക്കുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്രമവിരുദ്ധമായോ കുറഞ്ഞ അളവിലോ ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നത് മൂലമുണ്ടാകുന്ന രോഗം. അങ്ങനെ ആ ചോദ്യം അങ്ങനെ റയറായിട്ട് കയറി വന്നതാണ്, അത് വലിയ കാര്യമില്ല. ഓപ്ഷൻ ഡി ആണ്. തലാസീമിയ എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്, അതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. റയറായിട്ട് കയറി വന്നതാണ്, ഇനി അങ്ങനെ ചോദിക്കാൻ സാധ്യത കുറവാണ്. ഒരു വ്യക്തിയുടെ സവിശേഷതകൾ എത്രമാത്രം ഉണ്ടെന്നും എത്ര തീവ്രതയിലുണ്ടെന്നും നന്നായി ലഭിക്കുന്നത് ഏത് രീതിയിലാണ്? ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയിൽ, അഭിപ്രായ സർവേ, അഭിമുഖം. സൈക്കോളജിയിലെ മെത്തേഡ്സിനകത്ത് പറയുന്ന ഇവിടെ ഒരു വേർഡ് ഉണ്ട്, എത്രമാത്രം ഉണ്ടെന്നും എത്ര തീവ്രതയിലുണ്ടെന്നും. നിങ്ങൾ ചെക്ക് ലിസ്റ്റ് കൊടുത്താൽ യെസ് ഓർ നോ ടിക്കറ്റ് പോകണ പരിപാടിയാണ്, അതിൽ തീവ്രത അറിയാൻ പറ്റില്ല.
അഭിപ്രായ സർവേ നടത്തിയാലോ അഭിമുഖം നടത്തിയാലോ തീവ്രത അറിയാൻ പറ്റില്ല. തീവ്രത അറിയണമെങ്കിൽ റേറ്റിംഗ് കൊടുക്കണം. 1 സ്റ്റാർ 2 സ്റ്റാർ 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ എന്ന് പറഞ്ഞ് കൊടുക്കാറില്ലേ? നമ്മൾ പ്രോഡക്റ്റിന് ആമസോണിൽ കൊടുക്കാറില്ലേ ആ റേറ്റിംഗ്? തീവ്രത അറിയാൻ പറ്റും. ഈ ക്ലാസ്സിന് നിങ്ങൾ റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര സ്റ്റാർ തരും? അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് തന്നെയാണ് സംഭവം. റേറ്റിംഗ് സ്കെയിൽ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക. ദ എക്സ്റ്റെൻറ്റ് ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് characteristics of a person can be better obtained from checklist, rating scale, opinion, interview. അതിനകത്ത് റേറ്റിംഗ് സ്കെയിലാണ് ആൻസർ ആയിട്ട് വരിക. ദെൻ ഫൈനൽ ക്വസ്റ്റ്യൻ, അംഗീകാരം, അധികാരം, നേട്ടം എന്നിവയ്ക്കായുള്ള മനുഷ്യന്റെ ആവശ്യകത അഭിപ്രേരണയുമായി ബന്ധപ്പെടുത്തിയ മനഃശാസ്ത്രജ്ഞനാണ്? ബ്രൂണർ, മക്ലെലാൻഡ്, വിഗോസ്കി, ഒസുബൽ. അംഗീകാരം, അധികാരം, നേട്ടങ്ങൾക്കായുള്ള മനുഷ്യന്റെ ആവശ്യം, ഇത് സൈക്കോളജി സ്കൂളിലെ നീഡ് ഫോർ അഫിലിയേഷൻ, പവർ, അച്ചീവ്മെന്റ്, അത് മെക്ലാൻഡ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 30 ചോദ്യങ്ങൾ, പ്രീവിയസ് ഇയറിൽ ചോദിച്ച 30 ചോദ്യങ്ങൾ പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ 25-ന് മുകളിൽ സ്കോർ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. പറ്റും. പഠിക്കാത്ത തുടക്കക്കാരാണെങ്കിൽ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും നിങ്ങൾ വിലയിരുത്തുക. അവിടെ നിന്ന് ഞാൻ പറഞ്ഞ പോലെ 25-ലേക്ക് എത്തുന്ന ആ ഒരു ശ്രമം നടത്താൻ പറ്റണം. അത്രയും മികച്ച ക്ലാസ്സുകൾ എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കേറ്ററ്റിൻ്റെ കോഴ്സിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.